ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫുൾ മൂണാണ്. അപ്പോൾ ഇന്നത്തെ ഫുൾ മൂൺ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം മാറുന്നത്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. നമുക്ക് ആദ്യം ടാരോ എടുക്കാം. എന്താണ് ഈ ഫുൾ മൂൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നോക്കാം. നൈറ്റ് ഓഫ് സോർഡ്സ്, ഫോർ ഓഫ് സോർഡ്സ്, വേൾഡ്, നയൻ ഓഫ് സോർഡ്സ്, എല്ലാം സോർഡ്സ് എനർജി ആണല്ലോ. ഹാങ്ഡ് മാൻ, ഫുൾ കാർഡ്, ബോട്ടം എനർജി ജഡ്ജ്മെന്റ് ആണ്. ഇനി നമുക്ക് മോണോളജി ഒറക്കിൽ നിന്നുള്ള മെസ്സേജ് കൂടി നോക്കാം എന്താണ്. ഇതിൽ ഹോൾഡ് യുവർ വിഷൻ വന്നിട്ടുണ്ട്. ഹോൾഡ് യുവർ വിഷൻ വന്നിട്ടുണ്ട്. ഫുൾ മൂണിന് ലിയോ വന്നിട്ടുണ്ട്. ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് വന്നിട്ടുണ്ട്. അത് മതി. ഇങ്ങനെ ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. ഇതിൽ നമ്മൾ ആദ്യം കിട്ടിയ കാർഡ് നൈറ്റ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഇത് വളരെ സ്പീഡിന്റെ ഒരു കാർഡാണ് കേട്ടോ. നമ്മൾ ആലോചിച്ച് മാത്രം ഇരുന്ന ചില കാര്യങ്ങൾ, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാതിരുന്ന കാര്യം, പക്ഷെ നമ്മളുടെ ചിന്തയിലുണ്ടായിരുന്ന കാര്യം, അത് വളരെ വേഗത്തിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളിനി സ്റ്റക്കായി നിന്ന ആൾക്കാർക്ക് ഇനി അങ്ങനെ നിൽക്കേണ്ട സമയമല്ല എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വന്നേക്കാം. പക്ഷേ നമ്മൾ ഒരുപാട് തിടുക്കം കാണിക്കാൻ പാടില്ല. വളരെ വ്യക്തതയോടെ നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ ഇങ്ങനെ നിൽക്കേണ്ട. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സ്പീഡിൽ തന്നെ പോകേണ്ടതുണ്ട്. ആലോചിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫോർ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ കുറേ ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുപോയി, അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ലാതിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം ഒരു ഹീലിങ്ങിൻ്റെ സമയമാണ്. ഫോർ ഓഫ് സോർട്സ് അതാണ് പറയണത്. നിങ്ങളൊന്ന് റീചാർജ് ചെയ്യുന്ന സമയമാണ്. റെസ്റ്റ് ഇല്ലാതെ ഓടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം റെസ്റ്റ് വേണമെന്നാണ്. നിങ്ങളുടെ മൈൻഡിനും ബോഡിക്കും റെസ്റ്റ് വേണം. അപ്പോൾ നമ്മൾ ഒന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഒന്ന് ഉറങ്ങുക. അത് പൗർണമി ആ ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളിങ്ങനെ റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കാൻ പാടില്ല. ഉറങ്ങേണ്ടവർ ഉറങ്ങുക. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾ ഇപ്പോൾ സ്പീഡിൽ മുന്നോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു സമാധാനം വേണം. നിങ്ങളുടെ എനർജിയിൽ നിങ്ങളൊന്ന് കൂളാകേണ്ട ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ പിന്നെ അടുത്ത വേൾഡാണ് വന്നിട്ടുള്ളത്. പല പഴയ കാര്യങ്ങൾ അവസാനിക്കും എന്നാണ് കാണുന്നത്. ഇതൊരു പൂർത്തീകരണത്തിൻ്റെയാണ്, ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ആൾറെഡി കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ആ പഠിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് ആ പഴയ അധ്യായം, ആ ചാപ്റ്റർ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജിയാണ് കേട്ടോ. അടുത്തൊരു സൈക്കിൾ, പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്ന ഒരു എനർജിയാണ്. കുറേ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരു സമയമായിരിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ട്രാവൽ വന്നേക്കാം. നിങ്ങൾ വേണ്ട എന്ന് വെച്ചിരുന്ന ചില കാര്യങ്ങൾ, വേണ്ട എന്ന് വെച്ചിരുന്ന ചില യാത്രകൾ ചിലപ്പോൾ ഈ ഒരു സമയം കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വന്നേക്കാം. അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അതൊക്കെ ഒരു പുതിയ ഒരു തുടക്കമാണ്. വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അതൊരു മോശം കാര്യമല്ല, ഒരു നല്ല കാര്യമാണ്. അതിൻ്റെ ഒരു നല്ല ഫലമായിരിക്കും വരണം എന്നാണ് കാണുന്നത്. പിന്നെ നയൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയമാണ് നിങ്ങളെ
ഒരുപാട് വിഷമത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പം നിങ്ങൾ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ടാകാം. ഈ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, നിങ്ങൾ വീണ്ടും ഇപ്പോൾ നിങ്ങൾ ക്യാരി ചെയ്യുന്നത് അതിൽ നിന്നുള്ള ഉടലെടുത്തൊരു പേടിയാണെന്നാണ് കാണുന്നത്. അപ്പം ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഇതിൽ പല കാര്യങ്ങളും സത്യമല്ല, നമ്മളുടെ മനസ്സുണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കും. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ഭയം വിട്ട് പുറത്തു പോകും എന്നുള്ളതാണ്. 9 ഓഫ് സോർട്സും വേൾഡും ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പേടിയും ഭയവും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഈ ആ ഒരു ചാപ്റ്റർ എൻഡായി. നിങ്ങൾ അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങൾ തന്നെയാണ് അനുഭവിച്ച് അത് നിങ്ങൾ പുറത്തേക്ക് പോയി എന്നാണ് കാണുന്നത്. പിന്നെ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും കാണാൻ ശ്രമിക്കുന്നു ഈ ഒരു സമയം. ഇതിൽ ഇപ്പം ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബേസിലാണ് നമ്മളത് കാണണമെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിച്ച ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ചിലപ്പോൾ ആൾക്കാർ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഫുൾ കാർഡ് വന്നത് ആ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു. കാരണം ഇതൊരു കാർമിക് സൈക്കിൾ എൻഡായതാണ്, പുതിയൊരു സൈക്കിൾ ആരംഭിച്ചതാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാം. നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രശ്നം വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും സാമ്പത്തിക ഭാരം ഉണ്ടായത്, ഇതൊക്കെ മനസ്സിലാക്കി. ഇതൊക്കെ ഒരു കർമ്മയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. അതൊക്കെ മാറിയിട്ട് ഒരു പുതിയ തുടക്കം, ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഇതുവരെ കണ്ടതുപോലെ അല്ല പലപ്പോഴും പല കാര്യങ്ങളെ ഇനി കാണാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ചില പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് അത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കും. കാരണം ഈ ഒരു സമയം ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന, ഇപ്പം നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ഈസി ആയിട്ട് പുറത്ത് കിടക്കുന്ന ഒരു സമയമാണ് കാണുന്നത്. പിന്നെ ഇതിൽ നമുക്കൊരു വിശ്വാസം വേണം എല്ലാ കാര്യത്തിലും. അങ്ങനെ ആ ഒരു വിശ്വാസം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. ആ വിശ്വാസത്തിൽ നിങ്ങൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെ പുതിയ ഒരു വഴിയിലേക്ക് ദൈവം തിരിച്ചു വിടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അടുത്ത് വന്നിട്ടുള്ളത് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പം ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ലൈഫ് സൈക്കിൾ അവസാനിച്ച് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു. അപ്പം നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ അനുഭവിക്കേണ്ടത് അതൊക്കെ ഏകദേശം അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം ഇതൊക്കെ അനുഭവിച്ച് നിങ്ങൾ ആ ഒരു ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കി നിങ്ങൾ പുറത്തേക്ക് കിടക്കുന്ന ഒരു സമയമാണത്. റിലേഷൻഷിപ്പിലാകാം, ചില ആൾക്കാർക്ക് കരിയറിൽ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ട്രഗിളിനൊരു മാറ്റം വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. അത് ചിലപ്പോൾ ആ ഒരു കാര്യം തന്നെ പുറത്തേക്ക് നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകാം. ചിലപ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകാം, പുതിയൊരു കാര്യം, പുതിയൊരു ജോബ് നിങ്ങൾ തുടങ്ങുന്നൊരു സമയം കൂടിയാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്കൊരു സ്പിരിച്വലായിട്ട് പറയുമ്പം നിങ്ങൾക്കൊരു ആത്മീയ ഉണർവ് ഉണ്ടാകുന്ന ഒരു സമയമാണ്, ഒരു പുതിയ തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് പഴയതുപോലെ ഇനി തുടരാൻ പറ്റൂലെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വരും. ഇനി ഞാൻ പഴയ ഒരാളല്ല. നമ്മുടെ ഓരോ ദിവസവും പുതിയതാണ് കേട്ടോ. എല്ലാ ദിവസവും നമുക്കൊരു പുതിയ തുടക്കമാണ്. അപ്പം ഓരോ ദിവസവും നമ്മൾ പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കുക. നമ്മളുടെ വിട്ടുകളയേണ്ട ഹാബിറ്റ്സ് വിട്ടുകളയുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്ത് കളയുക, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഉപേക്ഷിച്ച് കളയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം ചെയ്യുന്നു, അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ ഹോൾഡ് യുവർ വിഷനാണ് വന്നിട്ടുള്ളത്. മോണോളജിയിൽ ഫിക്സഡ് മൂണാണ്. നിങ്ങളുടെ ലക്ഷ്യം വിട്ട് കളയാതിരിക്കുക, അത് പിടിച്ചു വയ്ക്കുക. അത് നിങ്ങൾ ഇപ്പം പല കാര്യങ്ങളും കുറച്ച് ഡിലേ ആകുന്നുണ്ടായിരിക്കാം. ഈ ഡിലേ ആകുന്ന കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കൂല എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ കാണുന്ന സ്വപ്നം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കുറച്ച് ഒന്ന് ലേറ്റ് ആകുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളൊരു ടൈം പീരീഡ് വെക്കാതിരിക്കുക. ഇത് ഇത്ര സമയത്തിനുള്ളിൽ ഇത് നടന്നേ പറ്റുള്ളൂ എന്നുള്ള ചിന്ത വേണ്ട. പക്ഷേ നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യം അത് നടക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ ആണ് വന്നിട്ടുള്ളത്. ഫുൾ മൂൺ ഇൻ ലിയോ ആണ്. പലപ്പോഴും നിങ്ങളുടെ വഴിയിൽ അഹങ്കാരവും ഈഗോയും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഞാനാണ് വലുത്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ വലിയ കഴിവുകളുണ്ട്, ഞാൻ എന്നുള്ളൊരു ഭാവം അത് ഉണ്ടാകരുത് എന്നാണ് കാണുന്നത്.
ചില സമയത്ത് നമ്മളുടെ മനസ്സിൻ്റെ പല വ്യാപാരങ്ങളെയും വിട്ട് കളഞ്ഞ് നമ്മളുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയം പറയുന്നത് കേൾക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് രണ്ട് വഴിക്കായിരിക്കും കേട്ടോ. നമ്മളുടെ ഹൃദയവും മനസ്സും രണ്ട് വഴിക്കായിരിക്കും. മനസ്സ് എപ്പോഴും ഈഗോ കൊണ്ടുവരും. ഞാൻ വലുതാണ്, എനിക്ക് എല്ലാത്തിനും പറ്റും, അങ്ങനെയൊക്കെ ഒരു ചിന്ത മനസ്സ് കൊണ്ടുവരും. പക്ഷെ ഹൃദയം എന്ന് പറയുന്നത് അത് പ്യുവറാണ്. അതുകൊണ്ട് തന്നെ അതിന് ഈഗോ ഒന്നുമില്ല. ഹൃദയം ശരിക്കും ഹൃദയത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈഗോ ഇല്ലാത്ത പ്യുവറായിട്ടുള്ളൊരു എനർജിയാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മളത് കേൾക്കാൻ ശ്രമിക്കുക. പക്ഷേ എപ്പോഴും അത് കേൾക്കണമെന്നില്ല, നമുക്ക് അബദ്ധം പറ്റും, അതും പറയാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഹൃദയം പറയുന്നത് കേൾക്കണം എന്നാണ് കാണുന്നത്. ഈ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് ആണ്. ഇതിൽ പുതിയ സ്റ്റാർട്ട് വരുന്നു. അത് റിലേഷൻഷിപ്പിലാകാം, ജോലിയിലാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അവസരങ്ങളിലാകാം എന്നൊക്കെ അതിലൊക്കെ പുതിയ ചില കാര്യങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫ് സൈക്കിളായിരിക്കാം, പുതിയൊരു ജീവിതം. നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം. പുതിയൊരു വീട്ടിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കുറേ ആൾക്കാർ പുതിയ വീട് നോക്കുന്നുണ്ടെങ്കിൽ ആ പുതിയ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് ഈ ഫുൾ മൂണിൽ. ഇതിൽ പുതിയ ചില വാതിലുകൾ അടഞ്ഞു കിടന്നു എന്ന് നിങ്ങൾ വിചാരിച്ച, ഇതിനി തുറക്കണില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്ന ചില വാതിലുകൾ നിങ്ങൾക്ക് തുറക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് ബ്രിങ് ലവ് ഇൻ ദ സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ കടന്നു പോകുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും നമ്മൾ കുറച്ച് കരുണയോടെ നമ്മളെ നോക്കണം, കരുണയോടെ സ്നേഹത്തോടെ നമ്മളെ നോക്കണം. ഇത് നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയല്ല. നമുക്ക് നമ്മളോട് കരുണയും സ്നേഹവും ദയവും ഒക്കെ ആവശ്യമാണ് എന്നാണ് ഇതിലെ മെസ്സേജ് പറയുന്നത്. എന്നിട്ട് ഇതിൽ പലപ്പോഴും നമ്മൾ ഞാൻ ഇനി രക്ഷപ്പെടില്ല എന്ന് സ്വയം വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആലോചിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ സിറ്റുവേഷനെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു ഫുൾ മൂണിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ എഴുതി വയ്ക്കുക. രാത്രിയിൽ നിങ്ങൾ എഴുതുക. മാക്സിമം നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. എല്ലാ ആവശ്യങ്ങളും, നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളും ആദ്യം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് വളരെ നല്ലതാണ്. അത് നമ്മളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കൊണ്ടുവരും. നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എഴുതി വയ്ക്കുക. നല്ല വീട് വേണമെങ്കിൽ എനിക്ക് നല്ലൊരു വീട് കിട്ടിയതിനായിട്ട് നന്ദി, എനിക്ക് നല്ലൊരു വാഹനം കിട്ടിയതിനായിട്ട് നന്ദി, ഞാൻ നല്ല ബന്ധങ്ങളെ ആകർഷിക്കുന്നതിനായിട്ട് നന്ദി. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതൽ ആൾക്കാർ ഇപ്പം ഉള്ളതെങ്കിൽ നിങ്ങളത് നെഗറ്റീവായിട്ട് എഴുതണ്ട. ഞാൻ നല്ല ബന്ധങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നു, അതിന് നന്ദി. ഒരുപാട് നല്ല വ്യക്തികളും സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു, നന്ദി. അപ്പോൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെൻ്റാണ്, ഒരു വിധി എഴുത്താണ്. അത് നിങ്ങൾക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നൊരു സമയമാണ്. പക്ഷേ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കേണ്ട ആൾക്കാർ റെസ്റ്റ് എടുക്കുക. റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ട് കളയുക. കൂൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇന്ന് പൗർണമി, എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. പൗർണമിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അത് വളരെ നല്ലതാണ് പൗർണമിക്ക് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു എനർജി നിങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. രാത്രിയിൽ പറ്റുമെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയിരിക്കാൻ പറ്റുമെങ്കിൽ പുറത്തിറങ്ങിയിരിക്കുക. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൗർണമി ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.